അലിം ഷെയറോകളെ സൈമോറുകളെ മ്യൂട്ടി സാഹിബ് മറുപോയ മറ്റ് ഇവിടെ കൂടിയ ഉലമാക്കളെ മുറാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, പരിശുദ്ധ മിലാദ് ശരീഫ് ആഘോഷത്തിൻ്റെ ഭാഗമായി കുളമ്പാറ മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പരിപാടി മതസമ്മത കൂട്ടുകാരുടെയും മറ്റ് പ്രമുഖ വാഗ്മികളുടെയും എല്ലാം പ്രസംഗങ്ങളും ഉത്ബോധനങ്ങളുമെല്ലാം നിങ്ങൾ കേട്ടു കഴിഞ്ഞു. നമ്മുടെ കുട്ടികളുടെ വളരെ ആകർഷകമായ ദഫ് പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഒട്ടും തന്നെ സമയം കവർന്നെടുക്കുന്നില്ല. നിങ്ങളുടെ ദഫിലുള്ള ആ താല്പര്യം ഒരിക്കലും അതിനെ ഇല്ലാതാക്കുന്നില്ല. ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഇവിടെ കടന്നു വന്നു ഈ സന്തോഷത്തിൽ പങ്കുചേരുക മഹനീയമായ പരിശുദ്ധ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഈ സദസ്സിൻ്റെ വർക്കത്ത് കരസ്ഥമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ലോകമെങ്ങുമുള്ള മുസ്ലിം സമൂഹം അത്യാദരവുകളോടെ ബഹുമാനത്തോടെ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം വരവേറ്റുകൊണ്ടിരിക്കുന്ന മഹത്തായ ഈ മാസം ലോക സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയാദർശങ്ങളിലേക്ക് കൂടുതൽ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലോകം നേരിടുന്ന പല വെല്ലുവിളികളുടെയും അതിനെയൊക്കെ അതിജീവിക്കുവാൻ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രകാശമാനമായ ആ മാർഗദർശനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഇന്ന് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഖുർആനിനെ വിമർശിക്കാൻ ലോകത്ത് ചിലരൊക്കെ തയ്യാറാകുന്നുണ്ടെങ്കിലും ലോകത്തെ വെളിച്ചത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവും ലോകം ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്നു. ആധുനിക ലോകത്തിന് മുമ്പിൽ വലിയ വെല്ലുവിളിയായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, ഈ സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ഖുർആനികമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥിതി ഇവിടെ നടപ്പിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ലോകത്തെ ഒരു വലിയ ജനവിഭാഗം. മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങൾ നമുക്ക് അറിയാവുന്ന വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ പോലും ഇസ്ലാമിക് ബാങ്കിങ് ഇവിടെ ഉണ്ടാകണം എന്നുള്ള ശബ്ദം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ത്യ ലോകതലത്തിൽ ഭൂരിപക്ഷമുള്ള നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ അപ്പോൾ ഇങ്ങനെ ലോകത്ത് മറ്റിതര ജനവിഭാഗങ്ങൾക്കും കൂടിയുള്ള മോചനം, അതായത് ലോകത്തിൻ്റെ തന്നെ വെളിച്ചം, അത് പരിശുദ്ധ ഖുർആനിലൂടെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ലോകത്തിന് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകാനുള്ള മാധ്യമങ്ങൾ. അതാണ് മനുഷ്യ മനസ്സ്. വിശ്വാസികളുടെ മനസ്സിലാണ് ഖുർആനിൻ്റെ വെളിച്ചം നിലനിൽക്കേണ്ടത്. വിശ്വാസികളുടെ മനസ്സിലൂടെയാണ് ഖുർആനിൻ്റെ വെളിച്ചം സമൂഹത്തിൻ്റെ വെളിച്ചമായി മാറുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശ്വാസികളുടെ മനസ്സിലൂടെയാണ് ഖുർആനിൻ്റെ വെളിച്ചം ലോകത്തിൻ്റെ വെളിച്ചമായി മാറുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അല്ലാഹുവിന്റെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ആ ഹൃദയങ്ങളിൽ ഖുർആനിന്റെ വെളിച്ചം നിറക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ കടമ. അങ്ങനെയുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞ വെളിച്ചത്തിലൂടെ ലോകത്തിന്റെ വെളിച്ചമായി പരിശുദ്ധ ഖുർആൻ മാറുകയും അതുവഴി ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള പരിഹാരം ലോകജനതയ്ക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിനടിസ്ഥാനപരമായിട്ട് വേണ്ടത് വിശ്വാസങ്ങളാൽ പൂരിതമായ ഹൃദയങ്ങളോടെയുള്ള ഒരു ജീവിതം, അത് വിശ്വാസികൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ ജപത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും. സാദിഖ് അലി ശിഹാബ് ബഹുമാനമായ ഉസ്താദ് അഭിനന്ദനായ
സെക്രട്ടറി പൊക്കോട്ടു, ബഹുമാനമായ നാനൂറ്റി കുഞ്ഞിക്കാരി, മറ്റ് ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇസ്ലാമികൾ, ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ, പ്രിയപ്പെട്ട പ്രവാചകരുടെ ജന്മദിനം വളരെ വിപുലമായി ആഘോഷിക്കുകയും ഓണംപാറിൽ വർഷങ്ങളായി നബിദിന പരിപാടി വളരെ വിപുലമായി തുടങ്ങി കുട്ടികൾ ആഘോഷിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ വൈകിയ വേളയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സുദീർഘമായ പ്രസംഗത്തിൽ ഞാൻ ഇരുന്നില്ല. ഓണംപാറ മീലാദ് സമ്മേളനത്തിന് എല്ലാവിധ ആശംസകൾ നൽകുന്നു. സ്വാഗതം.